നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ പ്രിയം ചേട്ടാ, എന്തിനാ ഇങ്ങനെ ദഹിപ്പിക്കുന്ന പോലെ നോക്കുന്ന? ഞാനൊരു ചോദ്യം ചോദിച്ചാ സത്യം പറയണം. പ്രിയൻ ചേട്ടൻ എന്ത് വിചാരിക്കുമെന്ന് ഓർത്ത് സുഖിപ്പിക്കുന്ന ഉത്തരം പറയാൻ പാടില്ല. ജയന്തിയും സൗന്ദര്യമൊക്കെ അറിഞ്ഞ നിന്നെക്കുറിച്ച് അവരെന്ത് വിചാരിക്കുമെന്ന് ആലോചിക്കാനും പാടില്ല. സത്യസന്ധമായ ഉത്തരം പറയണം. പ്രിയം ചേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? വലിയൊരു കമ്പനി, PKR ഗ്രൂപ്പ് ഓഫ് കമ്പനിയേക്കാൾ വിലയും നിലയും ഉള്ളൊരു കമ്പനി. ഇവിടെ കിട്ടുന്നതിനേക്കാൾ 3 ഇരട്ടി ശമ്പളം. ആ കമ്പനിയിൽ നിനക്ക് ജോലി കിട്ടിയാൽ നീ പോവോ? അവിടെ ജോലി ചെയ്താൽ ഇപ്പോ നീ നിന്റെ കുടുംബത്തിന്റെ ബാധ്യതകൾ പതിയെ പതിയെ തീർത്തുകൊണ്ടിരിക്കുകയല്ലേ? ഇപ്പൊ തീർക്കുന്നതിന്റെ 3 ഇരട്ടി വേഗത്തിൽ നിനക്ക് നിന്റെ കുടുംബത്തിന്റെ കടങ്ങൾ തീർക്കാൻ കഴിയും. ആ കമ്പനിയിൽ ജോലി കിട്ടിയാൽ നീ പോവോ ഇല്ലയോ? പറ. പ്രിയം ചേട്ടാ, നീ സ്വന്തം ചേച്ചിയെ പോലെ കാണുന്ന ജയന്തി ഉണ്ട് ഇവിടെ. നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായി കാണുന്ന സൗസവും ഉണ്ട്. നിന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുകയും നിന്റെ ഏത് കാര്യത്തിനും കൂടെ നിൽക്കുകയും ചെയ്യുന്ന കൈലാഷ് സാറും ഉണ്ട്. അവരെയൊക്കെ വിട്ടുപോകാനുള്ള മടിയുണ്ട്. നീ ഈ കമ്പനി തന്നെ തുടരുമോ? നീ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. നിന്റെ മറുപടി സത്യസന്ധമായിരിക്കുകയും വേണം. പറ. നിനക്ക് നിന്റെ അച്ഛന്റെ കടങ്ങൾ തീർക്കുകയാണോ വേണ്ടത്, അതോ നിന്നെ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ അടിച്ചു പൊളിച്ച് കഴിയുകയാണോ വേണ്ടത്? അച്ഛന്റെ കടങ്ങൾ തീർക്കണം എന്ന് വെച്ചാൽ 3 ഇരട്ടി ശമ്പളം കിട്ടുന്ന ജോലി നീ സ്വീകരിക്കുമെന്ന് അല്ലേ? ബുദ്ധിയുള്ളവരതാ ചെയ്യുക. ഞാനതാ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആര് പറഞ്ഞാലും ഞാൻ എന്റെ തീരുമാനം മാറ്റില്ല. കൈലാഷ് സാറല്ല, ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാൽ പോലും. ഞാൻ ഇത്രയും പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിനക്കിപ്പോ മനസ്സിലായി കാണുമല്ലോ. കൈലാഷ് സാർ എന്നെ വിളിച്ചിരുന്നു, കമ്പനിയിൽ തിരിച്ചു വരണമെന്ന് പറയാൻ. ഞാൻ ജോലി വിട്ടത് കൈലാഷ് സാറിനെ അറിയിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലേ? അത് പ്രിയം ചേട്ടാ, ഞാൻ മതി. കൈലാഷ് സാറിനെ അത് അറിയിച്ചതിന് നിനക്ക് പറയാൻ 100 കാരണങ്ങളുണ്ടാവും. പക്ഷേ പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടും നീ അത് കൈലാഷ് സാറിനോട് പറഞ്ഞത് തെറ്റ് തന്നെയാ. നീ നിന്നെ ന്യായീകരിക്കാനൊന്നും നോക്കണ്ട. ഞാൻ ജോലി വിട്ടതിന്റെ കാരണം ഞാൻ നിനക്ക് വിശദീകരിച്ച് തന്നില്ലേ? അത് ഒരു കാരണം. വേറൊരു കാരണം കൂടിയുണ്ട്. അത് ഞാൻ കൈലാഷ് സാറിന് വിശദീകരിച്ച് കൊടുത്തിട്ടുമുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ പറയുക, ഈ ലോകത്തുള്ള സകല ദൈവങ്ങൾ വന്ന് പറഞ്ഞാൽ പോലും ഞാൻ എന്റെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ല. കൈലാഷ് സാറ് വലിയ ആളല്ലേ, കൈലാഷ് സാറ് പറഞ്ഞ കേൾക്കണ്ടേ? കൈലാഷ് സാറിനേക്കാൾ എത്രയോ വലുതാ ദൈവം. ആ ദൈവം പറഞ്ഞാൽ പോലും ഞാൻ കേൾക്കില്ലെന്നാ നിന്നോട് പച്ച മലയാളത്തിൽ പറഞ്ഞത്. നീ കേർ പോവാം. മുറ്റത്തെങ്ങും ആരുമില്ല. ഞാൻ അകത്ത് കയറി അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ തന്നെ നിൽക്കണേ. എന്താടോ ഒരു പ്രതികരണമില്ലാതെ നിൽക്കുന്നത്? എങ്ങാനും അമ്മ തന്നെ കണ്ട എന്റെ അവസാനമായിരിക്കും. എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ മിണ്ടാതെ അനങ്ങാതെ ഇവിടെ നിന്നോളാം, പോരെ?